കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ തീരുമാനം നീണ്ടുപോകുന്നത്? അല്ല, റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ് കളക്ടറും SP-യും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിങ്ങുള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നെ എങ്ങനെ സേഫാക്കാം എന്നുള്ളത് അവർ എക്സ്പെർട്ട് കമ്മിറ്റി, കളക്ടർ അതാ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി നോക്കിയിട്ട് പറയാനാണ്. ഈ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പ് ഈ മണ്ണിടിച്ചിലിന് കാരണമായി എന്നൊക്കെ പരാതികളുണ്ട്. ഇപ്പോൾ പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. 2019 ഇവിടെ മണ്ണിടിഞ്ഞ സ്ഥലമാണ്. വീണ്ടും ഇവിടെ ജിയോളജിസ്റ്റ് അടക്കം പരിശോധിച്ച് പാറ പൊട്ടിക്കാനടക്കം എങ്ങനെ പെർമിറ്റ് നൽകിയെന്ന് ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിനകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. പെർമിഷൻ കൊടുത്തു എന്നാണ് അവരും. നമ്മളൊക്കെ നേരത്തെ പോലീസിനോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ നേരത്തെ പൊട്ടിക്കാനാ നേരത്തെ മണ്ണെടുത്ത സമയത്തൊക്കെ ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. അല്ല, രണ്ടും കൂടി കൂട്ടിക്കൊടുക്കല്ലേ. മണ്ണെടുത്ത് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ ആയുർവേദ ആസ്പത്രിയോ പിന്നെ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റീൻ്റെ ആസ്പത്രി, അതേപോലെ വേറെ എന്തൊക്കെ അവർക്കേ അറിയുള്ളൂ. എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിറ്റേ അവർക്കുള്ളൂ. പൊട്ടിക്കാനുള്ള പെർമിറ്റ് അവർക്കില്ല. മിനിസ്റ്ററുടെ വീടിൻ്റെ തൊട്ടടുത്ത് പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ അനധികൃതമായിട്ട് പാറ പൊട്ടിച്ചിരുന്നതായിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. മനസ്സിലായില്ലേ? യഥാർത്ഥ വിവരം അയൽവാസികളൊക്കെ ചോദിച്ചാൽ പറയും. പോയി അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഇനിയിപ്പോൾ പിന്നെ പോട്ടേന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പറ്റി ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡ് ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. ഇവിടെ മണ്ണെടുക്കാൻ മാത്രമുള്ള പെർമിഷൻ ഉണ്ട്. അതായത് ചെയർപേഴ്സൺ പറഞ്ഞതാണല്ലോ നേരത്തെ. മണ്ണെടുക്കാനും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ആയുർവേദ ആസ്പത്രിയും പിന്നെ പമ്പും അതിനു വേണ്ടിയാണ് അവർ നോക്കിയത്. അതും ഒരു പബ്ലിക് പിന്നെ പർപ്പസിന് വേണ്ടി ഉള്ള സംരംഭമാണ് മുനിസിപ്പാലിറ്റി. 19 മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം ഈ സംഭവത്തിൽ ഉൾപ്പെടെ ഇത് പ്രകൃതി ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ കാര്യങ്ങളൊക്കെ നടന്ന് ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പുള്ളതാണ്. ഇനി അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അവിടെ വല്ലാതെ എന്നോട് ചോദിക്കണ്ട. ഇപ്പം ആരുടെയെങ്കിലും പെരടിക്ക് വെക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേറെ കാര്യം, അന്നത്തെ ഓഫീസർമാരാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്, അന്നാണ് സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഞങ്ങളുടെയാണ്. അത് അവർ ആസ്പത്രി. പക്ഷെ ഇതൊരു പ്രകൃതി ദുരന്തമാണെന്ന് ലഘൂകരിക്കാനുള്ള ശ്രമമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ? മണ്ണെടുത്ത സ്ഥലത്ത് മാത്രമല്ലേ മണ്ണിടിച്ചിൽ? കല്ല് പൊട്ടിച്ചതിന് ഗവൺമെൻറ് വളരെ ശക്തമായി ആക്ഷൻ എടുക്കും. അതിൽ അവർക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ മറുപടി എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ആക്ഷൻ. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ അനധികൃതമായ ക്വാറിയിങ് നിർത്താനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ അനുമതി കൊടുത്തതിനും അതുപോലെ തന്നെ ഇങ്ങനെ മണ്ണെടുക്കലിലൊക്കെ പരിശോധന നടത്തുന്നതിൽ നടപടി സ്വീകരിക്കുന്നതിലൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായി, എന്താ സംശയം? അതുകൊണ്ടാണല്ലോ ഷോക്കോസ് കൊടുത്തത്. അതുകൊണ്ട് ഷോക്കോസ് കൊടുത്തു. കളക്ടറോ SP-യോ എല്ലാവരും അറിയില്ല. പക്ഷേ ജിയോളജി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് വീഴ്ച പറ്റും. അവർ നോക്കേണ്ടതല്ലേ? മാത്രമല്ല അവരെ ശ്രദ്ധയിൽ പിന്നെ എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും സ്റ്റാഫും പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവർ ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിനാണ്, ആ കാരണത്താലാണ് ഷോക്കോസ് കൊടുത്തത്. സംശയമൊന്നും വേണ്ട. സ്ഥല ഉടമ പറയുന്നത് 4,27,000 രൂപ റോയൽറ്റി അടച്ച് ജിയോളജിക്ക് അടച്ചിട്ടാണ്. സ്ഥല ഉടമ എന്താ പറയുന്നത്? സ്ഥലമോട് ചോദിക്കുക. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പണ്ടെങ്ങാണ്ട് പിന്നെ തങ്ങളുടെ കുടുംബം വിറ്റുപോയ ഒരു സ്ഥലമാണ്. പിന്നെ അവർ വർഷങ്ങൾക്ക് ശേഷം എന്താ ചെയ്യുന്നതെന്നുള്ളതൊക്കെ അവരോട് ചോദിക്കുക.
അത് പണ്ട് സ്ഥലം വിറ്റ തങ്ങളോടോ അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന എന്നോടോ ചോദിച്ചിട്ട് കാര്യം. രണ്ടാമതും മണ്ണിടിച്ചിലുണ്ടായ മേഖല ഒരു പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ടതല്ലേ ഇനിയെങ്കിലും? ഇപ്പോൾ കളക്ടർ ഉണ്ടല്ലോ, അതാ പറഞ്ഞത്. എക്സ്പെർട്ട് അഡ്വൈസിൻ്റെ കളക്ടർ പറയാം എന്താ ചെയ്യാന്നുള്ളത്. നമ്മുടെ ഇന്നലെ ഒരു എക്സ്പെർട്ട് ടീം നമുക്ക് രൂപീകരിച്ചിട്ടുണ്ട്. സ്ഥലത്തിൽ വിസിറ്റ് ചെയ്യാൻ ഒരു എക്സ്പെർട്ട് ടീം നമുക്ക് രൂപീകരിച്ചിട്ടുണ്ട്. ജിയോളജിസ്റ്റ് ടീമിലുണ്ടായിരുന്നു, PWD റോഡ്സ്, പിന്നെ നമ്മുടെ പോലീസിൻ്റെ RTOൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ സ്ഥലത്തിൽ വിസിറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ഇവിടെ നമ്മുടെ ജില്ലയിൽ പ്രഖ്യാപിച്ചത്. ആ എക്സ്പെർട്ട് കമ്മിറ്റീൻ്റെ ശുപാർശ നോക്കിയിട്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെഷറൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്ക് ഇത് ഉടനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ മഴക്കാലം ഇത് ഈ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് പെർമനൻറ്റ് എന്തെങ്കിലും സൊല്യൂഷൻ ഇത് ഇവിടെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ നമുക്ക് ഉടനെ ചെയ്യാം. സോ ആ രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകുമോ? അത് ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഇന്നലെയാണ് വിസിറ്റ് ചെയ്ത്, റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് ഇട്ടിട്ട് എന്താണ് റിപ്പോർട്ടിൻ്റെ ശുപാർശ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഒരു കാര്യം തീർച്ച, ഇവിടെ ഇനി മണ്ണെടുപ്പോ കോറിങ്ങോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ ഉണ്ടാവില്ല. മണ്ണ് ഈ ഡേഞ്ചറസ് ആയ മേഖല എവിടെയും ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. അത് പിന്നെ ആരാണ് സ്ഥല ഉടമ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ആളുകളുടെ ഈ അയൽവാസികളുടെ ആളുകളുടെ സുരക്ഷിതത്വം മാത്രമേ നോക്കുകയുള്ളൂ. ഇത് തങ്ങൾ കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് വിറ്റുപോയ ഒരു സ്ഥലത്ത് ആരൊക്കെയാണ് ആക്ടിവിറ്റി നടത്തുന്നത് അറിഞ്ഞൂടാ. നിങ്ങൾക്കൊരു ബോധ്യം വരെ കുറേ ദിവസം പലതും റിപ്പോർട്ട് ചെയ്തതല്ലേ, അവിടെ നിങ്ങൾക്കൊരു ബോധ്യം വന്നോട്ടെ എന്നുള്ളതൊക്കെ പറയും. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, മനസ്സിലായില്ലേ ആരൊക്കെയാണെന്നൊക്കെ. എനിക്കറിഞ്ഞൂടാ, പൊട്ട് കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരു പൊട്ടല്ലേ ഉള്ളൂ, ഇനി അതിൻ്റെ പേരിലൊരു വാണിംഗം കൊടുത്ത് ഒഴിവാക്കിയതായിരുന്നു. ജിയോളജിയിൽ എൻ്റെ സ്റ്റാഫ് തന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു. എല്ലാത്തിനും റെക്കോർഡുണ്ട്, അന്വേഷിച്ചാൽ അറിയാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ കേരളം ഒട്ടാകെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള മൈനിങ് 100% സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100% സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പുവരുത്താത്ത ഒരു കോറി ആക്ടിവിറ്റിയും സമ്മതിക്കില്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മിനിസ്റ്ററാണ് ഞാൻ. കേരളത്തിൽ ഒരുപാട് മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. മുഖ്യമന്ത്രി അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സമ്മതിക്കില്ല. പലപ്പോഴും കുറച്ച് സ്ഥലത്തേക്ക് മാത്രമാണ് ഇവരുടെയൊക്കെ രീതികളുള്ളത്. അത് തടയിടാൻ ഈ ഒരു സംവിധാനം കൊണ്ട് ഇല്ല. അത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു മെഷർ നടക്കുന്നുണ്ട്. പിന്നെ സർവേ നടത്തിയിട്ട്, പിന്നെ ഡ്രോൺ സർവേ നടത്തിയിട്ട് പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഭാവിയിൽ ഇല്ലാതിരിക്കാൻ. അത് അവൈൽ ചെയ്ത് നിയമപരമായി കോറിയിങ് നടത്തി പോകുന്ന ആളുകൾക്ക് പ്രോബ്ലം ഇല്ല, സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട്. അല്ലാത്തവരുടെ കാര്യത്തിൽ കേരളത്തിൽ ഈ ഇപ്പോൾ 2018 അതിനുശേഷം ഇപ്പോഴൊക്കെ വന്ന അവസ്ഥകൾ വെച്ചിട്ട് ഡേഞ്ചറുള്ള യാതൊരുവിധ ആക്ടിവിറ്റി, അതിപ്പോൾ നമ്മൾ ചുരം തീർക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഡേഞ്ചറുള്ള ആക്ടിവിറ്റികളൊന്നും സമ്മതിക്കില്ല. അത് വളരെ കറക്റ്റ്. ഇപ്പോൾ സ്ട്രിക്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇല്ലീഗൽ മൈനിങ് എവിടെയും നടക്കില്ല. അതോടൊപ്പം തന്നെ മഴക്കെടുതി പല മേഖലകളിലുണ്ട്, ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്, ക്യാമ്പുകളിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല, വീഴ്ച സംഭവിച്ചു എന്നൊക്കെ തന്നെ. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. എപ്പോഴും കുറേ പോരായ്മകൾ ഉണ്ടാവുമല്ലോ, അത് മേക്കപ്പ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി നോക്കുന്നുണ്ട്. റവന്യൂ വകുപ്പും മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി പലയിടത്തും. അതൊക്കെ നിങ്ങൾ ഒരു കാര്യമില്ലാതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യമില്ലാതെ ഈ ദുരന്ത സമയത്തെങ്കിലും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിവാദം നമുക്ക് വ്യവസായം പിന്നെ ആവാലോ. ഉപേക്ഷിക്കപ്പെട്ട കോറികൾ ചെങ്കൽ കോറികളൊക്കെ ഒരുപാട് മലപ്പുറം ജില്ലയിലുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ജലസംഭരണ കേന്ദ്രങ്ങൾ മാറിയിട്ട് വലിയ തോതിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി സ്വീകരിക്കുന്നില്ല. കളക്ടർ പറഞ്ഞ അതിൻ്റെ സുരക്ഷിതത്വം അവർ പിന്നെ എക്സ്പെർട്ട് ടീം പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. ഉപേക്ഷിക്കപ്പെട്ട കോറികളും പരിശോധന. പിന്നെ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് ഇവിടെ അത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ ചെങ്കല്ല് വെട്ടിയ പിന്നെ കുഴിയുണ്ട്, അവിടെ വെള്ളം കെട്ടി നിന്നിട്ടാണ് 2018 എല്ലാം കൂടി മണ്ണ് ബൾജ് ചെയ്ത് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നോക്കണം. 100% ഇല്ലീഗൽ ഡയറക്ടറേറ്റിൽ പിന്നെ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ മതി. ഇല്ലീഗൽ കോറി ഒരെണ്ണം കേരളത്തിൽ വർക്ക് ചെയ്യൂല, ആ രീതിയിലുള്ള ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. മുൻപ് പ്രശ്നമുണ്ടായി നമ്മൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് അനുമതിയോടുകൂടി നിർമ്മാണം നടത്തിയെന്ന ന്യായീകരണം
ഈ സ്ഥലം ഉടമകൾ ഉൾപ്പെടെ നടന്നത്. അപ്പോൾ ഒരു ഡിക്ലറേഷൻ ഇക്കാര്യത്തിൽ പരിസ്ഥിതി ലോല മേഖലയാണെന്ന ഡിക്ലറേഷനൊക്കെ തന്നെ വരാത്ത പക്ഷം ഭാവിയിലും നിർമ്മാണം നടക്കില്ല ഇത്തരത്തിലുള്ള മേഖലയിൽ. അല്ല, ഭാവിയിൽ നിർമ്മാണമൊന്നും നടക്കില്ല. പക്ഷേ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരുപാടുണ്ട്. അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റി ഒക്കെ ഉണ്ട്, അവർ നോക്കി അതിൻ്റെ സമയത്ത് ചെയ്യട്ടെ. പക്ഷേ ഇവിടെ കൺസ്ട്രക്ഷൻ ഇനി നടക്കില്ല, അത് 100% ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.